എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് +1 ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ടാണ്. ഈ ടോപ്പിക് വരുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും? ഈ ഗ്രാഫ് അങ്ങ് തരും. ഓക്കെ, ഗ്രാഫ് തന്നിട്ട് എന്താണ് ഈ ഗ്രാഫിന്റെ പേര് ചോദിക്കും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഗ്രാഫ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദിസ് ഇൻഡിക്കേറ്റ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതണം. എന്ത് എഴുതണം? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് അങ്ങനെ എഴുതിയേക്കാം. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്കെ, ഒരിക്കലും ഈ ഗ്രാഫ് വരക്കാനോ എഴുതാനോ ചോദിക്കില്ല. ഓക്കെ, ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഈ ഗ്രാഫ് അങ്ങ് തരും. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുക? എന്താണ് ഈ ഗ്രാഫിന്റെ ഷേപ്പ്? ഓക്കെ, ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ്. ഈ ഗ്രാഫിന്റെ ഷേപ്പിന് ഒരു പേരുണ്ട്. ഇത് ഒരു എസ് ഷേപ്പ് ആണ്. ഓക്കെ, ഈ എസ് ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് സിഗ്മോയിഡ് ഷേപ്പ് എന്നാണ് പറയുന്നത്. എന്ത് പറയും? സിഗ്മോയിഡ് ഷേപ്പ്. ഓക്കെ, സിഗ്മോയിഡ് ഷേപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെ ഫാക്ടർ ആണ് ഈ ഷേപ്പിനെ അഫക്ട് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടിങ് സിഗ്മോയിഡ് ഷേപ്പ്? ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫാക്ടർ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫാക്ടർ ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. കൂടുതലാണോ കുറവാണെന്ന് എഴുതരുത്. ഓക്കെ, കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യും? ഷേപ്പിൽ മാറ്റം വരും. രണ്ടാമത്തേത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാലും കുറഞ്ഞാലും ഷേപ്പിൽ മാറ്റം വരും. മൂന്നേതാ? കോൺസെൻട്രേഷൻ ഓഫ് H+. H+ന്റെ കോൺസെൻട്രേഷനിൽ മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യും? ഷേപ്പ്, ഈ ഗ്രാഫിന്റെ ഷേപ്പിൽ എന്ത് ചെയ്യും? മാറ്റം വരും. ഓക്കെ, നാലാമത്തേത് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും ഷേപ്പിൽ മാറ്റം വരും. ഓക്കെ അല്ലേ? ഇതാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ.